ആലോചിപ്പാണ് ഈ സിനിമ. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയെ ഡിജിറ്റലിന്റെ സഹായത്തോടെയും 3Dയുടെ സഹായത്തോടെയും ഒരു സിനിമ ഒരുങ്ങുന്നു. ഇപ്പോൾ AI നമുക്കറിയാം, പല സോഷ്യൽ മീഡിയകളിലും മറ്റു ചാനലുകളിലും AI ഒരു അതിപ്രസരം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് നമുക്ക് വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ, അപ്പോൾ നമുക്ക് പുരാണ സിനിമകൾ അല്ലെങ്കിൽ ചരിത്ര സിനിമകൾ അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ നമുക്ക് സാധാരണ രീതിയിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് സെറ്റിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ് വരും. 100-200 കോടിക്ക് പുറത്തേക്ക് കോസ്റ്റ് വരുന്ന സിനിമകൾ നമുക്ക് AI സാങ്കേതിക വിദ്യയും അത് നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ് സ്വാമിയെ ശരണയ്യപ്പ എന്ന അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഈ സിനിമ. അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ ആധാരമാക്കി ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പലപ്പോഴും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അയ്യപ്പ സ്വാമിയുടെ ചരിത്രം, അതിൽ 400 വർഷം മുമ്പ് എഴുതപ്പെട്ട സംസ്കൃത ഗ്രന്ഥമായ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്നുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നും കേരള ചരിത്രം എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടാണ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് സംസ്കൃത ഗ്രന്ഥം എഴുതപ്പെട്ടത്. അത് പന്തളം കൊട്ടാരത്തിലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തമ്പുരാനാണ് എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രിന്റോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പക്ഷെ അതിന്റെ പല ഭാഗങ്ങളും കണ്ടുകിട്ടി അത് അരവിന്ദ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾ ഇംഗ്ലീഷിലേക്ക് ആ സംസ്കൃത ടെസ്റ്റുകൾ അതിന്റെ തർജ്ജമയുമായിട്ട് ഇംഗ്ലീഷ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്നൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം കിളിപ്പാട്ട് രൂപത്തിൽ 10-80-100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കല്ലറക്കൽ കൃഷ്ണകർത്താവ് എന്ന വ്യക്തി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കഥകളും അല്ലെങ്കിൽ ഈ രണ്ട് ബുക്കുകളെയും ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. പൂർണ്ണമായും അതിനെ മാത്രം ബേസ് ചെയ്ത് മറ്റൊരു ഡൈവേർഷനിലേക്ക് പോകാത്തൊരു സിനിമയാണ്. അപ്പം ഈ സിനിമ ഇന്നിപ്പം ഇതിന്റെ ട്രെയിലർ റിലീസാണ്. കാര്യം 5 മിനിറ്റുള്ള ട്രെയിലറാണ്. കാരണം ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് ഇതിന്റെ ട്രെയിലർ ചെയ്ത് നോക്കിയാണ് ഇങ്ങനെയുണ്ട്. അതിലിപ്പം അയ്യപ്പന്റെ കഥാപാത്രങ്ങളുണ്ട്, മറ്റു ചില കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും വരുന്നില്ല, എന്നാലും ട്രെയിലർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ട്രെയിലർ റിലീസാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ ഗുരുവും വഴികാട്ടി എന്ന് പറയുന്നത് സാക്ഷാൽ ഭാരതമേനോൻ സാറാണ്. ഞാൻ വിജയ് തമ്പി എന്ന എന്റെ പേര് പോലും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പൊ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, സംവിധായകനായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അദ്ദേഹമാണ് എനിക്ക് എല്ലാ കാര്യത്തിനും വഴികാട്ടിയും എല്ലാ രീതിയിലും എന്റെ ഗുരുവും വഴികാട്ടിയല്ല. എന്റെ ഒരുപാട് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ട്രെയിലറിന്റെ ഇന്നത്തെ റിലീസ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അയ്യപ്പന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു 2 വാക്ക് പറഞ്ഞ് ഈ ട്രെയിലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്റെ ഗുരു കൂടിയായ ഭാരതമേനോൻ സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ ഇന്ന് ഈ സിനിമയുടെ കൂടെ ഉള്ളത് യവ്ഷേൻ മണിയനാണ്. മണിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് 4 തലമുറകളായിട്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എംജിആറിനെ വെച്ചും അതുപോലെ രാമറാവുവിനെ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള കമ്പനിയാണ് യവ്ഷേൻ. ഞാൻ തന്നെ അദ്ദേഹത്തിന് 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോ സത്യവിജയന്റെ വലിയൊരു ഹിറ്റ് സിനിമ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ചെയ്താണ്. ഭാരതമേനോൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂ ഇയർ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ സിനിമ, അതിലും മേനോൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീ സുരേഷ് മണ്ണാർക്കാട്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു AI മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ആള്. പിന്നെ AI ടെക്നീഷ്യൻസ് ആയിട്ട് 2 പേരുണ്ട്, ശ്രീ ലിനു, ശ്രീ വാസുദേവ്. ഇവർ 2 ഇതിന്റെ ഒരു AI ഒരു ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ്. പക്ഷെ 2 പേരല്ല, ഒരുപാട് പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് പുതിയ തുടക്കമാണ്. നിങ്ങൾ എല്ലാവരും കാണുക. ഇതിൽ നിന്ന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരിക, ഇതിനെ അനുഗ്രഹിക്കുക. ഈ പുതിയ തുടക്കത്തിന് ഞങ്ങളോടൊപ്പം വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ യവ്ഷേൻ ടീമിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ വിഷ്ണുവർദ്ധനാണ്. പുള്ളിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. ഞങ്ങൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. വിഷ്ണുവിടെ ഉണ്ട്. പിന്നെ അതിന്റെ ഒരു നരേഷനും അതിന്റെ ഡയലോഗ്സ് എല്ലാം സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര ബാബുവാണ്. പിന്നെ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രാഫി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ശ്രീ ഉണ്ണി മടവും. അദ്ദേഹം കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമ എഡിറ്റ് ചെയ്തത് എന്റെ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ശ്രീ A.R. ശ്രീകർ പ്രസാദാണ്. സിനിമയുടെ മ്യൂസിക് M. ജയചന്ദ്രനാണ്. M. ജയചന്ദ്രൻ സിനിമയിലേക്ക് 2ാമത് വന്നത് ഞാൻ മണിയനോട് ചെയ്ത സത്യവേജയ എന്ന സിനിമയിലൂടെ തന്നെയാണ്. അപ്പം M. ജയചന്ദ്രനാണ് മ്യൂസിക്, ഹരിനാരായണനാണ് പാട്ടുകൾ എഴുതുന്നത്. അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ രീതിയിലും ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കും. ഇതിനെ അനുഗ്രഹിക്കുക, ഇതിനോടൊപ്പം നിൽക്കുക. സ്വാമിയെ ശരണയ്യപ്പ. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് എന്നെ സംബന്ധിച്ച്.
ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും. അതൊരു മനോഹരമായ സന്ദർഭമാണിത്. കാരണം തമ്പിയുടെ പോലെ തമ്പിയുടെ വാക്കുകൾ കടപ്പെടുത്ത അദ്ദേഹത്തിൻ്റെ വഴികാട്ടി എല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. തമ്പി പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. കാരണം തമ്പിയെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി ഓർക്കും, ഏപ്രിൽ 18 എന്ന ചിത്രത്തിൻ്റെ ഡബിങ് നടക്കുക. അന്ന് നിന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എല്ലാം ടേപ്പ് റെക്കോർഡിലാണ് നമ്മൾ പല സംസാരം എല്ലാം ടേപ്പ് ചെയ്യുന്നത്. രാത്രി വൈകിയാണ് ഡബിങ്. കുറച്ച് ദേഷ്യമൊക്കെ നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കയറി കൊലുത്തു. ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറഞ്ഞത് സീനാവുന്നില്ല. അപ്പം എനിക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായി. അപ്പം തമ്പിയാണ് എൻ്റെ ഇമീഡിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്നത്. തമ്പി അത് ശരിയല്ലോ ഡയലോഗ് സാധാരണ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ തമ്പി തമ്മിലൊരു സ്നേഹപരമായ ഒരു വാഗ്വാദം വരുന്നു. തമ്പി ഈ സ്റ്റിക്കിംഗ് ഡീസ് ഗേൾസ് കുട്ടികളതല്ല. ഉടനെ തമ്പി പോയി പെട്ടി വന്നേച്ചാൽ ടേപ്പ് കാർഡ് എടുത്തു. ടേപ്പ് കാർഡ് കൊണ്ടുവന്ന് അത് ഓൺ ചെയ്തപ്പോൾ കാര്യം തമ്പി പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാൻ അന്നല്ല തമ്പി പറയുന്ന കാര്യങ്ങളിൽ നിഷ്കർഷയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല. പിന്നെ എത്ര പറഞ്ഞാൽ തമ്പി വർക്ക് ചെയ്തു. തമ്പി ഡയറക്ടർ ആയത് തന്നെ തമ്പി ആദ്യം അദ്ദേഹത്തിൻ്റെ വാങ്ങിച്ചു. സാറിന് വെച്ചൊരു പടം ചെയ്യണം. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമാണ്. അങ്ങനെ തീർച്ചയായും ചെയ്യുന്നത്. തമ്പി അടിയിൽ വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ പടം ആ പ്രൊഡ്യൂസർ അതിലേക്ക് തമ്പി ചെയ്തത് എന്നെ കൊണ്ട് പേര് പിടിപ്പിച്ചു. പത്രത്തിൽ വാർത്തയും വന്നു. ഞാൻ തമ്പി അത് നടക്കാതെ പോകുന്നത് ശരിയല്ല, അത് നടത്ത തുടക്കമില്ല. എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ ആരെങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടാണ് നമ്മൾ തമ്പി ശരിക്കും ലോഞ്ച് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ ഇതുവരെ നമ്മുടെ സിനിമയ്ക്ക് സാധാരണ ഈ നന്ദി അങ്ങനെയുള്ള വാക്കുകൾ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ തമ്പിയുടേതായത് അങ്ങനെയല്ല. തമ്പി നല്ല മുഹൂർത്തങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാൾ ഭൂമിയിലുണ്ടെന്നും ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്നെ വളരെ പെട്ടെന്ന് 24 hours നോട്ടീസ് അറിയിച്ചു പറഞ്ഞത് സാർ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം ഇങ്ങനൊരു പുതിയ രീതിയിലൊക്കെ തമ്പി ചിന്തിച്ചു തുടങ്ങിയുള്ളതും അതായത് യു ഹാവ് ടു അപ്ഡേറ്റ് യുവർസെൽഫ്. കാരണം നമ്മുടെ സിനിമയെ പല പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ മാറ്റി. ഇതിനകത്തുള്ള ഒരു മോസ്റ്റ് സേഫ് കോർണർ എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. കാരണം അയ്യപ്പൻ നമുക്ക് ഒരുപാട് കനം തരുന്നതാണ്. അപ്പോൾ അയ്യപ്പനെ സുഖമായി സന്തോഷിപ്പിച്ച് സത്യസന്ധമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് തമ്മിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ടുകളിലെ ക്ഷേമശ്രേണിയായാലും ബാക്കിയുള്ള സാങ്കേതിക ആൾക്കാരെ നേരിട്ട് വലിയ വേഗത്തിന് അവർക്ക് എല്ലാവർക്കും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസ അറിയിച്ചുകൊണ്ട് ഇതൊരു ഇന്ത്യയിലെ വിജയമാകട്ടെ എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച പല സംഭവങ്ങളും വിജയ് തമ്പി അടക്കം വിജയിച്ചിട്ടുള്ളതുകൊണ്ട് വിജയ് തമ്പിയുടെ ഈ ചിത്രവും ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. बाकी लाइट से ऑफ ही है इसमें जो में लाइट से कॉफी है വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. എൻ്റെ സുഹൃത്ത് ശിവശേഖരനെ നിർമ്മിച്ച് എൻ്റെ അഭിമാനപുറം പറയാൻ എൻ്റെ ശിഷ്യൻ വിജയത്തിൻ്റെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടത് ഈ ഉടനെയുള്ള എൻ്റെ ഇംപ്രഷനാണ്. ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ഇറ്റ് ഈസ് എ റിയൽ വിഷ്വൽ ഫീറ്റ് നമ്പർ 1. നമ്പർ 2 അതിൽ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെ. അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അതിനുണ്ടാകുന്നത്. അതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എങ്ങനെയാണ് അയ്യപ്പൻ എന്നറിയാനുള്ളൊരു വാസന നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല തന്നെ ഇത്ര അതിനോട് ബുദ്ധിമുട്ടൊന്നിനെ തമ്പി അയ്യപ്പനെ മുറുകെ പിടിച്ചത് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. എന്ന് വെച്ചാൽ ഇതേ സാങ്കേതികത്വം വെച്ച് മറ്റൊന്നും ചെയ്യാണ്. പിന്നീട് അതിൻ്റെ വിഷ്വൽ അപ്പീൽ നോക്കുമ്പോൾ there is a storytelling effect in the what concept matter.
കച്ചപറച്ചിലുണ്ട്. കച്ചപറച്ചിൽ നമുക്ക് വെച്ചാൽ ഞാൻ കുടുംബ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനും കുടുംബത്തെ കുട്ടികൾക്കും ബാക്കിയുള്ളതൊക്കെ അഫ്കോഴ്സ് ഡിപ്പെൻസ് ഓൺ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ടേൺ അപ്പ്. മൊത്തത്തിൽ ആ ശ്രമം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്പിയുടെ ശ്രമത്തെ ഞാൻ അപ്രീഷിയേറ്റ്. ഇനി പുതിയ സൂപ്പർ താരത്തിൻ്റെ പറയുന്നത് ഡേറ്റിന് വേണ്ടി കിടന്ന് ജീവിതം കളയാതെ ഇത്തരത്തിലുള്ള സാഹസം ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് അന്തസ്സ് സന്തോഷം നമ്മുടെ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെ വളരെ ബെസ്റ്റ്.